ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് LDC, LGS, CPO എന്നിങ്ങനെയുള്ള എക്സാമിനേഷനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ 150 ടോപ്പിക്സ് എന്നുള്ള ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സീരീസിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ബയോളജിയുടെ ഒരു പാർട്ടാണ്. അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ആപ്പിൽ LDCയുടെ ഒരു ക്രാഷ് കോഴ്സ് ഈ വരുന്ന 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാനൊരു നമ്പർ ഇട്ടിട്ടുണ്ട്. ആ ഒരു വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടും. കോൾ ചെയ്യേണ്ട, വാട്സാപ്പ് വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫീലാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ സിലബസ് വൈസുള്ള ക്ലാസ് ആയിരിക്കും ക്രാഷ് കോഴ്സിൽ കിട്ടുന്നത്. നമുക്കപ്പോൾ സിലബസ് വൈസുള്ള ക്ലാസ്സും നിങ്ങൾ ഈ 150 ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർന്ന റാങ്കിൽ എത്താൻ പറ്റുകയും ചെയ്യും. ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ കുട്ടികളായിരിക്കും ഇനി അങ്ങോട്ടുള്ള LDCയിൽ വരുന്നത്, LDC ലിസ്റ്റിൽ മെയിനായിട്ട് ഇടം പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. സോ താല്പര്യമുള്ളവർക്ക് ആ ഒരു നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടുന്നതാണ് കേട്ടോ. 5-ാം തീയതിയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ലോ ഫീ തന്നെയാണ് നമ്മൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നിവിടെ ഇപ്പോൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ ബയോളജിയുടെ പാർട്ടിൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ഏരിയയാണ് ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അത് തന്നെയാണ് നമ്മുടെ ഹോട്ട് ടോപ്പിക്സിൽ 150 ടോപ്പിക്സിൽ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാനത് SCERT പുസ്തകം വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. കാരണം SCERT ആകുമ്പോൾ നമുക്കവിടെ ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. SCERTയിൽ അതിനെ ബേസ് ചെയ്താണ് PSC ഇതിന് മുമ്പ് മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം പഠിച്ചാൽ മതിയാകും. SCERT ആ ഒരു ടെക്സ്റ്റിൻ്റെ ആ ഭാഗം മാത്രം പഠിച്ചാൽ ചെവി എന്നുള്ള ഭാഗം സെറ്റാവും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ചെവിയുടെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ബാഹ്യകർണം, അതായത് ആന്തരകർണം, മധ്യകർണം. അപ്പൊ ചെവിയെ നമുക്ക് ഇങ്ങനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ബാഹ്യകർണം, ആന്തരകർണം, മധ്യകർണം എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ മധ്യകർണം എന്ന ഈ കാണുന്ന ഭാഗമാണ് ഇത് മധ്യകർണം. ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എക്സാം ഓറിയന്റഡ് വരുമ്പോൾ നമുക്ക് വേണ്ടത്, നമുക്കറിയാം ചെവി എന്ന് പറയുന്നത് നമുക്ക് കേൾവി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാക്കുന്നതാണ് അല്ലെ. അപ്പൊ ചെവിയുടെ നമ്മള് ബാഹ്യകർണം എടുക്കുവാണെങ്കിൽ ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങളാണ് ചെവിക്കുട, അതുപോലെ തന്നെ കർണനാളം, കർണപടം. ഇത് 3ഉമാണ് ബാഹ്യകർണത്തിന്റെ ഭാഗം. PSCക്ക് വേണമെങ്കിൽ പ്രസ്താവന ഇട്ടും അല്ലാതെയൊക്കെ ചോദിക്കാം. ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങൾ ചെവിക്കുട, കർണനാളം, കർണപടം. ഇതിലെ ചെവിക്കുടയാണ് ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത്. ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കുട, ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നത് കർണനാളം. കർണനാളത്തിലെ രോമങ്ങൾ, കർണമെഴുക എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും തടയുന്നതും രോഗാണുക്കൾ പ്രവേശിക്കുന്നത് തടയുന്നു. അപ്പം ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കൂട, ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നത് കർണനാളം. നെക്സ്റ്റ് കർണപടമാണ് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള സ്ഥലം. ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ശബ്ദ തരംഗങ്ങൾക്ക് അനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് കർണപടം. ഇമ്പോർട്ടന്റ് ആണ്. ശബ്ദ തരംഗങ്ങൾക്ക് അനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് കർണപടം. ഓർത്തു വെക്കുക, ബാഹ്യകർണത്തിന്റെ ഭാഗം ചെവിക്കുട, കർണനാളം, കർണപടം. ചെവിക്കുട ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കും, കർണനാളം ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കും. കർണപടമാണ് മധ്യകർണത്തെയും ബാഹ്യകർണത്തെയും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥലം. ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ്. ഇത് 3 ഇപ്പൊ തന്നെ പഠിക്കുക. ഇനി മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യകർണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ നിന്നാണ് PSC സാധാരണ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറ്. ഇവിടെ നമുക്ക് മാലിയസ് ഇൻകസ് ടേപ്പിസ്, ഈ അസ്ഥി ശൃംഖല വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല തവണ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓർത്തു വയ്ക്കുക, അസ്ഥി ശൃംഖല എന്ന് പറയുന്നത് കർണപടത്തിന്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നതാണ്. ദെൻ യൂസ്റ്റേഷ്യൻ നാളി, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് എന്താണ്? യൂസ്റ്റേഷ്യൻ നാളിയാണ്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു: കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളി. PSC ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്ന ശരീരഭാഗം, അതാണ് യൂസ്റ്റേഷ്യൻ നാളി. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? അത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. ഇനി ആന്തരകർണം. ആന്തരകർണത്തിന്റെ ഭാഗങ്ങളാണ്
അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബുലാർ നാഡി, ശ്രവണനാഡി, കോക്ലിയ, വെസ്റ്റിബ്യൂളർ. ഇതിൽ കോക്ലിയ നമ്മളോട് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോടിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ്. ഈ അസ്ഥി അറയ്ക്കുള്ളിൽ സ്തരനിർമ്മിതമായ അറകളും ഉണ്ട്. സ്തര അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രവവും സ്തര അറയ്ക്കും അസ്ഥിക്കും ഇടയിൽ പെരിലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ഓർത്തു വെക്കുക, ആന്തരകർണം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തലയോടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ്. ഈ അസ്ഥി അറയ്ക്കുള്ളിൽ സ്തരനിർമ്മിതമായ അറകളും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ സ്തരനിർമ്മിതമായ അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രവവും സ്തര അറയ്ക്കും അസ്ഥിക്കും ഇടയിൽ പെരിലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു. അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിന്റെ മുഖ്യ ഭാഗങ്ങൾ. ബാഹ്യകർണത്തിന്റെ മുഖ്യ ഭാഗങ്ങൾ, ആന്തരകർണത്തിന്റെ മുഖ്യ ഭാഗങ്ങൾ, മധ്യകർണത്തിന്റെ മുഖ്യ ഭാഗങ്ങൾ എന്നിവ പഠിക്കണം. അതിൽ ആന്തരകർണത്തിന്റെ മുഖ്യ ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവ. അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ശരീര തുല്യനില പാലിക്കുന്നതിനും കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നു. കോക്ലിയ PSC നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്ത് വെച്ചേക്കണം. കേൾവിക്ക് സഹായിക്കുന്നത് കോക്ലിയയാണ്. അതുപോലെ തന്നെ ശരീര തുല്യനില പരിപാലിക്കുന്നതിന് സഹായിക്കുന്ന ഏതാണ്? അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ആണ്. ഇനി ഓവൽ വിൻഡോ, സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ. സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലം ഓവൽ വിൻഡോ. അസ്ഥി ശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. റൗണ്ട് വിൻഡോ ഇവിടെ കാണുന്നതാണ് കേട്ടോ. റൗണ്ട് വിൻഡോ കോക്ലിയക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്ന എന്താണ്? അത് റൗണ്ട് വിൻഡോയാണെന്നും കൂടി ഓർത്തു വയ്ക്കുക. ഇനി ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ. പഠിച്ചു വെച്ചേക്കണേ. ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ. കോക്ലിയ വേണമെങ്കിൽ പ്രസ്താവന ടൈപ്പിൽ ചോദിക്കാം. ഇതിന് 3 അറകളുണ്ട്. മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ കോക്ലിയയ്ക്ക് 3 അറകളാണുള്ളത്. മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത്. ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്നതാണ്. ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു. കർണപടത്തിന്റെ ചലനം അസ്ഥി ശൃംഖലയെ ചലിപ്പിക്കുന്നു. അസ്ഥി ശൃംഖലയുടെ ചലനം ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു. ഇത് കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് കാരണമാകുന്നു. ഇതുമൂലം കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ശ്രവണനാഡി വഴി സെറിബ്രത്തിലെത്തി കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളില് ഞാൻ യെല്ലോ ഇതിലിട്ട് ഹൈലൈറ്റ് ചെയ്തില്ല, അത് പഠിച്ചാൽ മതി. ചെവിയും ശരീര തുലനനില പാലനവും. അപ്പം ശരീര തുലനനില പാലിക്കുന്നതിൽ ചെവി സഹായിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ശരീര തുലനനില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ്, അല്ലെ? ശരീരത്തിന്റെ തുല്യനില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ്. തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലുകളിലുമുള്ള എൻഡോലിംഫിൽ ചലനമുണ്ടാക്കുന്നു. ഇത് അവയിലെ രോമകോശങ്ങളെ ചലിപ്പിച്ച് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ആവേഗങ്ങൾ വെസ്റ്റിബ്യൂലർ നാഡി വഴി സെറിബെല്ലത്തിലെത്തി ശരീര തുലനനില പാലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെവിയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഒരു കാര്യവും കൂടി ഇവിടെ പറഞ്ഞോട്ടെ. ശ്രവണ സഹായി ചെവിയുടെ ഘടനാപരമായ തകരാറുകളോ രോഗങ്ങളോ ബധിരതയ്ക്ക് കാരണമാകാറുണ്ട്. ഇവ പരിഹരിക്കുന്നതിനുള്ള വിവിധ ചികിത്സാ മാർഗങ്ങളിൽ ശ്രവണ സഹായികളും ഉൾപ്പെടുന്നു. ചെവിക്ക് പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണിത്. കേൾവി തകരാറുള്ളവർക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കാൻ ശ്രവണ സഹായികൾ അനുഗ്രഹമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്തിനെ പറ്റി പഠിക്കുന്നത്? നമ്മുടെ ചെവിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. യൂസ്റ്റേഷ്യൻ നാഡി, കോക്ലിയ എന്നിങ്ങനെയുള്ള ഭാഗങ്ങള്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കണം. പിന്നെ സ്റ്റേപ്പിയസ് മാലിയസ് ഇൻകസ. സ്റ്റേപ്പിയസ് മാലിയസ് ഇൻകസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കാം. നമുക്കറിയാല്ലേ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്നുള്ള രീതിയിലൊക്കെ PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെവിയുടെ പഠിക്കണം. അപ്പൊ നമ്മൾ ചെവിയുടെ SCRT പാർട്ട് പഠിച്ചല്ലേ. അപ്പൊ ഇതിനകത്ത് യൂസ്റ്റേഷ്യൻ നാളിയിൽ നിന്നും ബന്ധപ്പെട്ട് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേപ്പിയസ് മാലിയസ് ഇൻകസിന്റെ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. കോക്ലിയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രസ്താവനയുമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് കുറെ കാര്യങ്ങൾ ഞാൻ
ഇത് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇത് വേണമെങ്കിൽ പ്രസ്താവന ചോദിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നോട്ട് എഴുതിയെടുക്കുന്ന ശീലമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത പോർഷൻസ് ഒന്ന് നോട്ടാക്കി എടുത്തിട്ട് ലാസ്റ്റ് ടൈമിൽ പഠിച്ചാലും മതിയാകും. ഇനി നോട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ സൗകര്യം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സെഷൻ 3 മണിക്കുണ്ടാവും. ക്ലാസ്സിൽ കാണാം. പിന്നെ കുറച്ച് പേര് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. അത് എൻ്റെ മിസ്റ്റേക്ക് അല്ല, എനിക്കറിയില്ല എന്താണ് അങ്ങനെ വരാത്തതെന്ന്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് യൂട്യൂബ് നോക്കുക. യൂട്യൂബ് നോക്കുമ്പോൾ നമ്മുടെ ക്ലാസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത സെഷൻ 3 മണിക്കുണ്ട്. 3 മണിക്ക് തന്നെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. താങ്ക്